കഥയാരംഭിക്കുന്നത് ഒരു കാറിൽ യാത്ര ചെയ്തു പോകുന്ന 6 സുഹൃത്തുക്കളെ കാണിച്ചുകൊണ്ടാണ്. അല്പം വിജനമായ ഒരു റോഡിലൂടെ അടുത്തുള്ള ടൗണിലേക്ക് അവർ യാത്ര തിരിക്കുകയായിരുന്നു. റോഡിലൂടെ യാത്ര ചെയ്ത് ഒരു ഘട്ടത്തിൽ എന്തോ ഒന്നിൽ അവരുടെ കാർ തട്ടിയ പോലെ അനുഭവപ്പെട്ടു. നിയന്ത്രണം വിട്ട് കാർ വളഞ്ഞു നിന്നു. ടയർ പഞ്ചറായതാണ് എന്ന് തുടർന്നുള്ള പരിശോധനയിൽ മനസ്സിലാവുകയാണ്. പെട്ടെന്ന് വണ്ടി അങ്ങനെ അപകടത്തിൽപ്പെട്ടപ്പോൾ ജോഡി എന്ന പെൺകുട്ടിക്ക് തലയ്ക്കൊരു ഇടിയേറ്റിരുന്നു. എന്നാലും കുഴപ്പമില്ലാതെ അവൾ പുറത്തേക്കിറങ്ങി വന്നു. ജോഡിയെ കൂടാതെ മറ്റ് 2 പെൺകുട്ടികൾ കൂടി ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ആണുങ്ങളാകട്ടെ ജെഫ് എന്നും ടോഡി എന്നും മെറിക്കെന്നും പേരുള്ള 3 പയ്യന്മാരാണ്. അടുത്ത നഗരത്തിലാണ് ജോഡിയുടെ സഹോദരിയുടെ ബർത്ത്ഡേ പാർട്ടി ഉള്ളത്. അതിനായി 6 സുഹൃത്തുക്കളും ചേർന്ന് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു പോവുകയായിരുന്നു. അങ്ങനെ പഞ്ചറായി നിൽക്കുമ്പോൾ ജോഡി പറയുന്നുമുണ്ട്, ഞങ്ങളുടെ ആ ടൗൺ ഉള്ളത് മൊത്തത്തിൽ വളരെ ഒറ്റപ്പെട്ട ഒരു പ്രദേശത്താണ്. അതുകൊണ്ടാണ് ഈ വഴി അധികം വണ്ടിയൊന്നും വരാത്തത്. ടയർ പഞ്ചറായതാണെന്ന് കണ്ടതും സ്റ്റെപ്പിനി ടയർ മാറ്റിയിട്ട് യാത്ര തുടരാൻ അവർ തീരുമാനിച്ചു. ടോഡിയും ജെഫും മെറിക്കും ചേർന്ന് അതിനുള്ള പണി തുടങ്ങി. ഇതേസമയം സാറയാണെങ്കിൽ ഒരു സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷെ അവിടെങ്ങും സിഗ്നൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതോടെ ഫോണുമായി കുറച്ചകലേക്ക് നീങ്ങി സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്ന് സാറ ചെക്ക് ചെയ്യുകയാണ്. കാറിൽ നിന്ന് കുറച്ചു ദൂരം നീങ്ങിയപ്പോഴായിരുന്നു സാറയ്ക്ക് സിഗ്നൽ കിട്ടിയത്. ഫോട്ടോ ഡെലിവേഡ് ആവുകയും ചെയ്തു. ടോഡ് അപ്പോഴും സ്റ്റെപ്പിനി ടയർ പിടിപ്പിക്കുന്ന ജോലിയിലാണ്. മറ്റ് 2 പെൺകുട്ടികളാകട്ടെ കാറിനോട് ചാരി അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു. എറിക്കിന് മൂത്രമൊഴിക്കാൻ മുട്ടിയിരുന്നു. അടുത്തുള്ള ചെടികൾ നിറഞ്ഞ പ്രദേശത്തേക്ക് മൂത്രമൊഴിക്കാനായി എറിക്ക് നീങ്ങി. സാറയും കാറിനോട് ചേർന്ന് റെസ്റ്റ് ചെയ്തിരുന്ന മറ്റ് 2 പെൺകുട്ടികളുടെ അടുത്തേക്ക് എത്തി. അവർക്കടുത്തിരുന്ന് സംസാരിക്കാൻ ആരംഭിച്ചു. അവരങ്ങനെ വർത്താനം പറയുന്നതൊക്കെ കേട്ടതും ടോഡിയെ സ്റ്റെപ്പിന് ടയർ പിടിപ്പിക്കുന്ന കാര്യത്തിലേക്ക് ഒറ്റയ്ക്കാക്കി ജെഫ് പെൺകുട്ടികളുടെ അടുത്ത് വന്നിരുന്നു. ടയർ പിടിപ്പിച്ചുകൊണ്ടിരുന്ന ജെഫിന് പെട്ടെന്ന് അവിടെ ഒരു ബുള്ളറ്റ് കേസിംഗ് കണ്ട് ആകെ സംശയം തോന്നുകയാണ്. ബുള്ളറ്റ് കൊണ്ടിട്ടാണോ ടയർ പഞ്ചറായത്? അങ്ങനാണെങ്കിൽ ആരാണ് വെടിയുതിർത്തത്? ജെഫ് സംശയിച്ചു നിന്നു. മറുവശത്ത് എറിക്കാകട്ടെ മൂത്രമൊഴിക്കലൊക്കെ കഴിഞ്ഞ് കാറ് ലക്ഷ്യമാക്കി നടന്നു വരികയായിരുന്നു. ഈ സമയമാണ് പെട്ടെന്ന് തങ്ങളുടെ കാറിന്റെ ടയർ ഉരുണ്ടുപോകുന്നത് ടോഡ് കാണുന്നത്. ടോഡ് അത് പിടിക്കാനായി ഓടിച്ചെന്നു. ജെഫ് ഇതെന്താ ചെയ്യുന്നേ? ടയറൊക്കെ ഉരുട്ടിക്കളിക്കുന്നു എന്ന് കരുതി എന്തായെന്ന് നോക്കാൻ സാറ ചെന്നതും ആ കാഴ്ച കണ്ട് അക്ഷരാർത്ഥത്തിൽ സാറ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. വെടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ ജെഫ് കിടക്കുന്നു. തലയിലൂടെ വലിയൊരു വെടിയുണ്ട പാഞ്ഞുപോയതിന്റെ ഹോള് പോലും തലയൊട്ടിയിൽ അവൾക്ക് നേരിട്ട് കാണാമായിരുന്നു. സാറ അലറി വിളിച്ച് കരഞ്ഞുപോയി. ടോഡ് അപ്പോഴേക്കും ടയറുമായി അങ്ങോട്ടേക്ക് തിരികെ വരാൻ തുടങ്ങി. പെട്ടെന്ന് അവിടെ നിന്ന് സാറയ്ക്ക് തന്റെ കയ്യിലൂടെ രക്തമൊഴുകുന്ന പോലെ തോന്നുകയാണ്. സംഭവം എന്തെന്നാൽ സാറയുടെ കണ്ണിനോട് ചേർന്ന് ഒരു ബുള്ളറ്റ് പാഞ്ഞുപോയിരുന്നു. അതിൽ നിന്നേറ്റ മുറിവിനാൽ അവളുടെ ശരീരത്തിലേക്ക് രക്തമൊഴുകുകയാണ്. സാറയ്ക്ക് സഹായം ചോദിക്കാൻ പറ്റുന്നതിന് മുമ്പേ മറ്റൊരു ബുള്ളറ്റ് പാഞ്ഞുവന്ന് സാറയുടെ ജീവനെടുത്തിരുന്നു. അത് കണ്ട മറ്റു പെൺകുട്ടികളും ജോഡിയുമടക്കം ഞെട്ടിത്തെറിച്ച് നിന്നുപോകുന്നുണ്ട്. നടക്കുന്ന അപകടം മനസ്സിലായതും 2 പെൺകുട്ടികളും കാറിന്റെ മറവിലേക്ക് മറഞ്ഞു. കാരൻ എല്ലാ സുഹൃത്തുക്കളോടും താഴെ കിടക്കാനും ആരോ തങ്ങളെ ലക്ഷ്യം വെച്ച് വെടിയുതിർക്കുന്നുണ്ട് എന്നും വിളിച്ചു പറഞ്ഞു. ടോഡിന് പെട്ടെന്ന് എന്താ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും വേഗത്തിൽ കാറിന് പിന്നിലേക്ക് ഓടിച്ചെല്ലാൻ അവൻ ശ്രമിച്ചു. ടോഡിന്റെ തോളിൽ വെടിയുണ്ടേറ്റെങ്കിലും ജീവനോടെ കാറിന്റെ മറുവശത്ത് എത്തിച്ചേരാൻ ടോഡിന് കഴിഞ്ഞു. കാറിൽ നിന്ന് അകലെയായിരുന്നു ഇറക്കിനെ ലക്ഷ്യമാക്കി വെടിയുണ്ടകൾ പാഞ്ഞെത്തി. എറിക്കൊരു തരത്തിലോടി വീണുകിടന്ന് ദ്രവിച്ച ഒരു മരക്കഷ്ണത്തിന്റെ പിന്നിൽ ഒളിച്ചു. എന്ത് ചെയ്യണമെന്ന് അവർക്കാർക്കും ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ആരോ മറഞ്ഞിരുന്ന് അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നാലെ തങ്ങളുടെ കാർ പഞ്ചറാവാൻ കാരണവും ഇതുപോലെ ആരോ വെടിയുതിർത്തതായിരിക്കും എന്നൊരു ഊഹത്തിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. സമയം കുറച്ചങ്ങ് കഴിഞ്ഞുപോയി. ഇരിക്കുന്നിടത്ത് നിന്ന് അനങ്ങാൻ പോലും അവർക്കാർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. വെടിയുണ്ട ജീവനെടുക്കുമോ എന്ന ഭയം അവരുടെ ഉള്ളിൽ ആഴത്തിൽ വീണു. കാരന്റെ അച്ഛൻ ഒരു മിലിറ്ററി ഓഫീസർ ആയിരുന്നു. തന്റെ അറിവ് വെച്ച് ദൂരെ നിന്നും ഒരു സ്നൈപ്പർ ഗൺ ഉപയോഗിച്ചാണ് ഷൂട്ടർ വെടിയുതിർക്കുന്നതെന്നും അയാൾ ഒരു സൈലൻസർ യൂസ് ചെയ്യുന്നുണ്ടാകും. അതാണ് വെടിയുച്ച നമ്മൾ കേൾക്കാത്തത് എന്നും കാരൻ പറഞ്ഞു. കൂട്ടത്തിൽ കാരന്റെ മറ്റൊരു അഭിപ്രായവും വന്നു. മിക്കവാറും ഷൂട്ടർ ഉണ്ടാവുക ഒരുപാട് ദൂരെയായിരിക്കും. അതുകൊണ്ടാണ് വെടിയുതിർത്ത് കാർ മറിച്ചിടാനൊന്നും അയാൾക്ക് പറ്റാത്തത്. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഓരോരുത്തരും അവർ മറിഞ്ഞിരിക്കുന്നിടത്ത് തന്നെ തുടരുകയാണ്. ജോഡി പറഞ്ഞു, ജെഫ് കാർ ടയർ സ്ഥാപിച്ചിരുന്നു. ബുള്ളറ്റ് ടൈറ്റ് ചെയ്തിട്ടില്ലെന്നേയുള്ളൂ. അതുകൊണ്ട് കാർ എടുത്ത് ഓടിച്ചു പോവൽ നടക്കില്ല. അത് മുറുക്കിയാൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടു പോവാൻ പറ്റും. പക്ഷേ ബുള്ളറ്റ് മുറുക്കാൻ പോയാൽ കൊലപാതകി തങ്ങളെയും വെടിവെച്ചു കൊല്ലും. സെൽഫോണുകൾ കയ്യിലുണ്ടെങ്കിലും സഹായം അഭ്യർത്ഥിക്കാൻ വിളിക്കുവാൻ അവിടെങ്ങും റേഞ്ച് ഇല്ല. കാരൻ പറഞ്ഞു, അവിടെ നിന്ന് കുറച്ച് അകലേക്ക് മാറിയാൽ സിഗ്നൽ ലഭിക്കും. പക്ഷേ അങ്ങനെ മാറണമെങ്കിൽ കാറിന്റെ അടുത്ത് നിന്ന് മാറണം. അങ്ങനെ മാറിയാൽ വെടിയേൽക്കുകയും ചെയ്യും. ടോഡ് കാറിന്റെ ഒരു വശത്തേക്ക് നീങ്ങി മൊബൈൽ പുറത്തെടുത്ത് കൈനീട്ടി സിഗ്നൽ കിട്ടുമോ എന്ന് ശ്രമിക്കാൻ തുടങ്ങി.
പക്ഷെ അവിടെയും സിഗ്നൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. സിഗ്നൽ വന്നാലുടൻ മെസ്സേജ് പോകുന്ന തരത്തിൽ കാരൻ ഫോണിൽ വേണ്ട സെറ്റിംഗ് ചെയ്തിരുന്നു. അങ്ങനെ സെൽഫി സ്റ്റെക്ക് നീട്ടിയപ്പോ അവർക്ക് സിഗ്നൽ ലഭിച്ചു. മറുപടിയും വന്നു. എന്ത് സഹായമാണ് വേണ്ടതെന്ന് ചോദിച്ച് അവർ എന്തെങ്കിലും പറയുന്നതിനു മുമ്പേ ദൂരെ നിന്നും പാഞ്ഞു വന്ന വെടിയുണ്ട ആ ഫോൺ തകർത്തിരുന്നു. എല്ലാവരും ദേഷ്യം കൊണ്ട് വിറച്ചു. എന്തു ചെയ്യുമെന്നൊരു പിടിയുമില്ല. അപ്പോഴാണ് ടോഡിനൊരു ഐഡിയ തോന്നിയത്. ടോഡിന്റെ പക്കൽ കാറിന്റെ കീയുണ്ട്. കാറിനകത്തേക്ക് കീയിട്ട് കയറി ഗിയർ ന്യൂട്രലിലേക്കാക്കിയാൽ കാറ് തള്ളി സിഗ്നലുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോകാം. മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഷൂട്ടർക്ക് വെടിയുതിർക്കാനും കഴിയില്ല. പക്ഷേ കാറിനകത്തേക്ക് കയറൽ ടാസ്ക് ആണ്. ഷൂട്ടർ എവിടെ നിന്ന് വേണമെങ്കിലും വെടിയുതിർക്കാം. എവിടെ നിന്നാണ് ഷൂട്ടർ വെടിയുതിർത്തുകൊണ്ടിരിക്കുന്നത് എന്നവർക്ക് കൃത്യമായി മനസ്സിലായിട്ടുമില്ല. ഒടുവിൽ കൊലപാതകിയെ തെറ്റിദ്ധരിപ്പിച്ച് എങ്ങനെയും തങ്ങൾക്ക് വേണ്ടത് നേടിയെടുക്കാൻ അവർ ടീമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ജോഡി കാറിന്റെ ഫ്രണ്ടിലേക്ക് നീങ്ങി ബമ്പർ ഭാഗത്ത് തന്റെ ഫോണിലെ ക്യാമറ റെക്കോർഡിംഗ് ഓണാക്കി മറഞ്ഞു നിന്നുകൊണ്ട് ഉയർത്തിപ്പിടിച്ചു. ഇതേസമയം കാരനാകട്ടെ തന്റെ ജാക്കറ്റ് ഒരു ഹ്യൂമൻ രൂപത്തെ പോലെ വെച്ച് കെട്ടി ഉണ്ടാക്കി സ്നൈപ്പറിന്റെ ശ്രദ്ധ തെറ്റിക്കാനായി നീട്ടിക്കാണിക്കാൻ തുടങ്ങി. ടോഡാകട്ടെ പെട്ടെന്ന് വിറയിലൂടെയാണെങ്കിലും കാറിന്റെ ഡോർ തുറന്ന് വേഗത്തിൽ കാറിനകത്തേക്ക് കയറി. ഈ സമയം കാരൻ നീട്ടിപ്പിടിച്ച ഡമ്മിയിലേക്ക് കൊലപാതകി വെടിയുതിർത്തിരുന്നു. അപ്പോഴേക്കും കാറിനകത്ത് കയറിയ ടോഡിന് കാറിന്റെ കീയിട്ട് കാർ അൺലോക്ക് ചെയ്യാൻ സാധിച്ചു. പക്ഷെ ന്യൂട്രൽ ഗിയറിലേക്ക് മാറ്റാൻ സമയം കിട്ടിയിരുന്നില്ല. വെടിയുണ്ടകൾ പാഞ്ഞു വന്നതോടെ അവന് മറിഞ്ഞിരിക്കേണ്ടി വന്നു. പക്ഷെ അതുകൊണ്ടൊക്കെ ഒരു ഗുണമുണ്ടായി. ജോഡി ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതിൽ കൊലപാതകി എവിടെ നിന്നാണ് വെടിയുതിർക്കുന്നത് എന്നതിന്റെ ദൃശ്യങ്ങൾ അവർക്ക് കിട്ടി. ദൂരെയുള്ള ഒരു മരത്തിന്റെ മുകളിൽ നിന്നാണ് കൊലപാതകി വെടിയുതിർത്തുകൊണ്ടിരിക്കുന്നത് എന്നവർ ആ വീഡിയോ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കി. മരത്തിന് മുകളിൽ കയറിയിരുന്ന് സ്നൈപ്പർ ഉപയോഗിച്ച് ഏതോ ഒരാൾ അവരെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ജോഡി മനസ്സിലാക്കിയിരുന്നു. എന്തിനാണ് കൊലപാതകി അത് ശ്രമിക്കുന്നത്, അയാളുടെ ഉദ്ദേശം എന്താണ് എന്നൊന്നും ജോഡിക്കോ കൂട്ടുകാർക്കോ മനസ്സിലാവുന്നുമുണ്ടായിരുന്നില്ല. ഈ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കും എന്ന് ജോഡി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൊലപാതകിയുള്ള ഇടം മനസ്സിലായതും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയാൽ കൊലപാതകി കാണില്ല എന്ന് ടോഡിന് ധൈര്യം വന്നു. അതോടെ കൊലപാതകിയുടെ കണ്ണിൽപ്പെടാതെ കാറിന്റെ പിന്നിലൂടെ മറഞ്ഞു ചെന്ന് ടൂൾ ബോക്സ് എടുത്ത് ടോഡോടി തിരികെ കാരന്റെയും ജോഡിയുടെയും അടുത്തേക്കെത്തുകയാണ്. കൊലപാതകി വെടിയുതിർത്താൽ പ്രൊട്ടക്ഷന് എന്തെങ്കിലും ഒരു ഗാർഡ് വേണം. അതിനുവേണ്ടി ടൂൾ ബോക്സിന്റെ കവർ ഊരിയെടുത്ത് അത് ഗാർഡ് പോലെ ടോഡ് തന്റെ കയ്യിൽ വെച്ച് കെട്ടി. ഇതേസമയം എറിക്കാകട്ടെ മരക്കുറ്റിക്ക് പിന്നിൽ അപ്പോഴും മറിഞ്ഞിരിക്കുകയാണ്. തന്റെ ഫ്രണ്ട്സിന്റെ പ്ലാൻ എന്താണെന്നോ മറ്റോ അവന് മനസ്സിലാവുന്നുമുണ്ടായിരുന്നില്ല. ആ ഷീൽഡ് കവറായി ഉപയോഗിച്ച് കാറിനകത്ത് കയറി ന്യൂട്രാക്കാൻ ടോഡ് തീരുമാനിച്ചു. ജോഡിയോടും കാരനോടും കാറ് തെന്നിപ്പോകാതെ തള്ളിപ്പിടിച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ പാകത്തിന് തയ്യാറായി നിൽക്കാനും ടോഡ് ആവശ്യപ്പെട്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ധൈര്യം സംഭരിച്ച് ഷീൽഡ് കൊണ്ട് കവർ ചെയ്ത് ടോഡ് കാറിനകത്തേക്ക് വേഗത്തിൽ കയറി കാറ് ന്യൂട്രലിലേക്കാക്കി. കൊലപാതകി വെടിയുതിർത്തെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഷീൽഡ് കൊണ്ട് ടോഡിന് കഴിഞ്ഞു. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം സംഭവിച്ചു. കാറ് കിടന്നിരുന്നത് ഒരു ഇറക്ക പ്രദേശത്തായിരുന്നു. കാറ് വേഗത്തിൽ നീങ്ങാൻ തുടങ്ങിയതും ജോഡി തെറിച്ചു വീഴുകയാണ്. ജോഡിക്ക് ഒരു പ്രൊട്ടക്ഷനും അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇതേസമയം സ്നൈപ്പർ ആകട്ടെ കാറിന്റെ വീലിലേക്ക് വീണ്ടും വെടിയുതിർത്ത് കാറൊട്ടും നീങ്ങില്ലാത്ത അവസ്ഥയിലേക്കാക്കി. ജോഡിക്ക് പെട്ടെന്ന് കാറിന്റെ മറയിലേക്ക് എത്തണമായിരുന്നു. ഭാഗ്യവശാൽ സ്നൈപ്പർ റീലോഡ് ചെയ്യുന്ന സമയം കൊണ്ട് ജോഡിയോടി കാറിന്റെ മറവിലേക്ക് ചാടിയെത്തി. ജോഡിക്ക് അപകടം സംഭവിച്ചതുമില്ല. ഇതേസമയം കുറെ നേരമായി മറഞ്ഞിരിക്കുകയായിരുന്ന എറിക്കിന് ആകെ വല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു. കൂട്ടുകാരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ എറിക്കൊരു ശ്രമം നടത്തി. പക്ഷേ എറിക്കിന്റെ കാലിൽ വെടികൊണ്ടു. എറിക്ക് വെടിയേറ്റ് താഴെ വീണു. എറിക്കിന്റെ ശരീരത്തിലേക്ക് വീണ്ടും വീണ്ടും ബുള്ളറ്റുകൾ തറച്ചു. എറിക്കിന് നീങ്ങാൻ പറ്റാതെ കിടന്നു. പക്ഷേ എറിക്കിനെ സ്നൈപ്പർ കൊലപ്പെടുത്തുന്നുണ്ടായിരുന്നില്ല. വേദന കൊണ്ട് അവൻ പൊളയട്ടെ എന്ന മട്ടിൽ എറിക്കിനെ സ്നൈപ്പർ വെട്ടുവെച്ചിരിക്കുകയായിരുന്നു. കുറച്ചു സമയം പിന്നിട്ടതും ഏവർക്കും ദാഹിക്കുന്നുണ്ടായിരുന്നു. കാറിന്റെ പിൻസീറ്റിൽ വാട്ടർ ബോട്ടിലുണ്ട്. ടോഡ് അത് എടുത്തുകൊടുത്തു. കൂട്ടുകാരും ടോഡും അതിൽ നിന്ന് വെള്ളം കുടിച്ച് അല്പം ദാഹമകറ്റി. എറിക്കും വെള്ളം ആവശ്യപ്പെട്ടപ്പോ എറിക്കിന് ബോട്ടിൽ അവർ എറിഞ്ഞിട്ട് കൊടുത്തിരുന്നു. വെള്ളം കുടിക്കാൻ എറിക് ബോട്ടിലെടുത്തു. പക്ഷേ കുടിക്കുന്നതിന് മുമ്പേ സ്നൈപ്പർ വെടിവെച്ച് അത് തെറിപ്പിച്ചു. കാര്യങ്ങൾ വീണ്ടും മോശമാവുകയായിരുന്നു. ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നവർക്കൊരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. അവരവിടെ അങ്ങനെ തുടരാൻ തുടങ്ങി. ഇതേസമയം കൊല്ലപ്പെട്ട് കിടന്നിരുന്ന സാറയുടെയും ജെഫിന്റെയും ശരീരത്തിൽ കാക്കകൾ വന്ന് തിന്നാൻ തുടങ്ങിയിരുന്നു. തന്റെ കാമുകിയായ സാറയുടെ ശരീരം കാക്കകൾ അങ്ങനെ ഭക്ഷിക്കുന്നതൊക്കെ കണ്ട് ടോഡിന് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ശബ്ദമുണ്ടാക്കി കാക്കകളെ അകറ്റാൻ ശ്രമിച്ചെങ്കിലും അവ പറന്നു പോകുന്നുമില്ല. ടോഡൊടുവിൽ തനിക്കിനി ജീവിക്കണ്ടെന്ന് ഉറപ്പിച്ച് ഒരു പ്രൊട്ടക്ഷനുമില്ലാതെ എഴുന്നേറ്റ് ചെന്നു. സാറയ്ക്കടുത്തേക്ക് നടന്നു ചെന്ന അവൻ കാക്കകളെ തുരുത്തിയോടിച്ചു. സാറയുടെ നെറ്റിയിൽ അവനൊരു
അവനൊരു അന്ത്യചുംബനം നൽകി സാറയുടെ കൈകൾ കോർത്തുപിടിച്ച് ആസന്നമായ മരണം പ്രതീക്ഷിച്ച് ടോഡ് അവിടെ നിന്നു. പക്ഷെ അപ്പോഴൊന്നും കൊലപാതക ടോഡിനെ വെടിവെക്കുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയം അനങ്ങാൻ പറ്റാതെ വീണുകിടന്നിരുന്ന എറിക്കാകട്ടെ തന്റെ അടുത്തേക്ക് കാട്ടിൽ നിന്നും ചെന്നായ വരുന്നത് കണ്ടറിഞ്ഞു. ഭയം കൊണ്ട് അവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിശന്നു വലഞ്ഞ ആ ചെന്നായകളുടെ ഭക്ഷണമാവാനാണ് തന്റെ വിധി എന്നുവരെ എറിക് ഉറപ്പിച്ചിരുന്നു. ഇതേ സമയം ഭ്രാന്ത് പിടിച്ചിരുന്ന ടോഡ് സ്നൈപ്പറുള്ള മരത്തിന് നേരെ നോക്കി തന്നെ വെടിവെച്ചു കൊല്ലടാ എന്ന മട്ടിൽ അലറാൻ ആരംഭിച്ചു. ഈ സമയമാണ് അങ്ങോട്ടേക്ക് വേഗത്തിലൊരു കാറ് വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ കാറ് ലക്ഷ്യമാക്കി ടോഡ് ഒച്ചയ്ക്ക് വിളിച്ചു പറയാൻ തുടങ്ങി. അപ്പോഴേക്കും സ്നൈപ്പർ ടോഡിനെതിരെ വെടിയുതിർത്തിരുന്നു. വെടിയൊച്ചയുടെ ശബ്ദം കേട്ടതും ഇറക്കിനെ തിന്നാൻ വന്ന ചെന്നായ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. സാറയുടെ മൃതദേഹത്തിന് സമീപമായി ടോഡ് മരണപ്പെട്ടു വീണു. കാരനും ജോഡിയും വല്ലാതെ ഭയപ്പെട്ടിരുന്നു. ദൂരെ നിന്ന് വരുന്ന കാറ് തങ്ങൾക്കരികിലേക്ക് എത്തിയാൽ രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടുമോ എന്ന പ്രതീക്ഷയോടെ കാരനും ജോഡിയും അത് നോക്കിക്കണ്ടുകൊണ്ടിരുന്നു. ദൂരെ നിന്നും കാറിന് മറവിൽ മറഞ്ഞിരുന്ന് കാരനും ജോഡിയും കൈവീശുന്നത് കാർ ഓടിച്ചു വന്ന ലേഡി കണ്ടിരുന്നു. പക്ഷേ കൃത്യം ആ സമയം ദൂരെ നിന്നും വെടിയുണ്ട് അവരുടെ കയ്യിൽ പതിച്ചു. അവരുടെ വിരലറ്റുപോയി. നിയന്ത്രണം വിട്ട ആ കാർ ടോഡിന്റെ കാറിലിടിച്ച് മറിഞ്ഞു വീഴുകയാണ്. ആ കാറിൽ ഉണ്ടായിരുന്ന ലേഡിയും ഹസ്ബൻഡും മകളും വലിയ അപകടത്തിൽപ്പെട്ടു. മകൾ പുറത്തേക്ക് തെറിച്ചു വീണു. ശരീരം മുഴുവൻ രക്തം നിറഞ്ഞിട്ടായിരുന്നു ഒടുവിൽ മറിഞ്ഞ കാറിൽ നിന്നും അതോടിച്ചിരുന്ന ലേഡി പുറത്തേക്ക് ഇറങ്ങി വന്നത്. പക്ഷേ സ്നൈപ്പർ അവരെ കൊല്ലാൻ തയ്യാറായി നിന്നിരുന്നു. കൊലപാതകി വൈകാതെ അവരുടെ ജീവൻ എടുത്തു. ഇതേ സമയം കാറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ആ ലേഡിയുടെ ഹസ്ബൻഡാകട്ടെ തന്റെ മകളെ വിളിച്ച് രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടങ്ങി. ജോഡിയും കാരനും അത് കണ്ട് അയാളോട് പുറത്തിറങ്ങരുതെന്നും എവിടെയാണോ അയാളുള്ളത് അവിടെ മറഞ്ഞിരിക്കാനും ആവശ്യപ്പെട്ടു. പക്ഷെ അതൊന്നും അയാൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ജോഡിയും കാരനും വിളിച്ചു പറഞ്ഞപ്പോ ഒടുവിൽ അയാൾക്ക് കാര്യം മനസ്സിലായി. അയാൾ മറഞ്ഞിരുന്ന് അവിടെ നിന്നും ഫോണിൽ പോലീസിന് വിളിക്കാൻ തുടങ്ങി. അവിടെ റേഞ്ച് ഉണ്ടായിരുന്നു. സ്നൈപ്പറിനാണെങ്കിൽ അയാളെ കാണാൻ പറ്റുന്നില്ല. അപകടം മണത്ത സ്നൈപ്പർ ഉടനടി കാറിന്റെ പെട്രോൾ ടാങ്കിലേക്ക് വെടിയുതിർത്തു. ആ ഒറ്റ വെടിയുണ്ടയിൽ കാറിന് തീപടരുകയും ഒരു സ്ഫോടനം സംഭവിക്കുകയും ചെയ്തു. പോലീസിന് അയാൾ റിപ്പോർട്ട് ചെയ്തോ ഇല്ലയോ എന്ന് വ്യക്തമാകാതെ അയാൾ ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയാണ്. തൊട്ടു പിന്നാലെ അവരുടെ മകളെയും ആ സ്നൈപ്പർ വെടിവെച്ചു കൊന്നിരുന്നു. കാരനും ജോഡിയും ആ കാഴ്ച കണ്ട് ഒന്നുകൂടി ഞെട്ടി. തങ്ങളുടെ സുഹൃത്തുക്കൾ കൺമുമ്പിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്തു ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. ഇനി അടുത്തൊരു കാറ് വന്നാൽ ഒരുപക്ഷെ രക്ഷപ്പെടാൻ സാധിച്ചേക്കും എന്നവർ പ്രതീക്ഷ വെച്ചു. അല്ലെങ്കിൽ സന്ധ്യയായാലേ എന്തെങ്കിലും നടക്കൂ എന്നവർ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ സമയം രാത്രിയായി. സ്നൈപ്പർക്ക് അവിടെ പടർന്ന പുകപടലങ്ങൾ കൊണ്ടും മറ്റും തങ്ങളെ അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് കാരൻ ഉറപ്പിച്ചിരുന്നു. സ്നൈപ്പറാണെങ്കിൽ അപ്പോഴും ദൂരെ നിന്നും അവരെ വെടിവെച്ചു കൊല്ലാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ്. കാരൻ പിന്നാലെ തന്റെ പദ്ധതികൾ ആരംഭിച്ചു. കാറിനുള്ളിലേക്ക് രാത്രിയുടെ മറവിൽ നുഴഞ്ഞു കയറി അതിന്റെ സീറ്റുകൾ കുത്തിക്കീറി. കാറിന്റെ ഡിക്കിയിൽ നിന്ന് കുറച്ച് പെട്രോളും കുടിക്കാനുള്ള ഡ്രിങ്കുകളും അവർക്ക് കിട്ടി. ആ ഡ്രിങ്ക് കുടിച്ച് അവർ ദാഹവും വിശപ്പും ഒന്നടക്കി. ബോക്സിൽ നിന്നുള്ള കുറച്ച് തുണിയെടുത്ത് മാസ്ക് പോലെ അവർ വെച്ച് കെട്ടുകയും ചെയ്തു. പിന്നാലെ കയ്യിലിരുന്ന പെട്രോൾ കാറിന്റെ സീറ്റിലേക്ക് അവരൊഴിച്ചു. പിന്നാലെ അവർ ആ കാറിന്റെ ഉള്ളിലേക്ക് തീയിട്ടു. സീറ്റടക്കം കാർ കത്തിത്തുടങ്ങി. അതോടെ അവിടെ ശക്തമായി പുക പടരാനും തുടങ്ങിയിരുന്നു. ആ പുകയായിരുന്നു സ്നൈപ്പറിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ള മറ. അവർ പ്രതീക്ഷിച്ച പോലെ സ്നൈപ്പർക്കും പുകപടലത്തിനുള്ളിലൂടെ അവരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ദൂരെ നിന്നും പോലീസുകാർ വന്നു നിൽക്കുന്നത് കാരൻ നോക്കിക്കാണുന്നത്. നേരത്തെ കൊല്ലപ്പെട്ട ഹസ്ബൻഡിന്റെ മെസ്സേജ് പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് അവർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. അവർ ഊഹിച്ചെടുത്തു. പോലീസുകാർ 2 സ്നൈപ്പേഴ്സുമായിട്ടായിരുന്നു അങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. മൊത്തം 4 പോലീസുകാരുണ്ട്. അവർ സ്നൈപ്പർ വെച്ച് ചുറ്റിലും ഷൂട്ടർ തിരയാൻ ആരംഭിച്ചു. കാര്യങ്ങൾ വളരെ മോശമാണ് എന്നവിടുത്തെ കാഴ്ച കണ്ടതും പോലീസ് ഉറപ്പിച്ചിരുന്നു. അവർ ബാക്കപ്പിന് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ പോലീസുകാരൻ ആ റിപ്പോർട്ട് കൊടുക്കുമ്പോഴേക്കും ഒരു ബുള്ളറ്റ് അയാളുടെ വായിലൂടെ തുളഞ്ഞു കയറിയിരുന്നു. കൊല്ലപ്പെട്ട അയാൾ ഓണായിരുന്ന കാറിൽ ആക്സിലേറ്റർ ചവിട്ടിയതും കാറ് മുന്നോട്ടേക്ക് കുതിച്ചു പാഞ്ഞു. പുറകിൽ നിൽക്കുകയായിരുന്ന സ്നൈപ്പേഴ്സ് ആകട്ടെ താഴേക്ക് മറിഞ്ഞു വീഴുകയും ഉണ്ടായി. സ്നൈപ്പറാണെങ്കിൽ പോലീസുകാർക്കെതിരെ തിരിഞ്ഞു നിൽക്കുകയാണ്. ഇതാണ് മികച്ച സമയം എന്ന് കാരൻ ജോഡിയോട് പറഞ്ഞു. ജോഡി പക്ഷെ അപ്പോഴും ഭയന്നു നിൽക്കുകയായിരുന്നു. കാരൻ ഒടുവിൽ തനിച്ചോടി മാറാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും കാറിൽ നിന്നുയർന്ന പുകപടലങ്ങൾ വളരെ ചെറുതായി തുടങ്ങിയിരുന്നു. സ്നൈപ്പർക്ക് കാരനോട് രക്ഷപ്പെടുന്നത് കാണാൻ സാധിച്ചു. ഒട്ടും വൈകിയില്ല. കാരന്റെ തലയിലൂടെ ഒരു ബുള്ളറ്റ് കയറിയിറങ്ങി. ജോഡിയാകട്ടെ പുകമറ പിടിച്ച് തന്നിൽ നിന്നും കുറച്ചകലെയായി നിൽക്കുന്ന പോലീസുകാർ
ലക്ഷ്യമാക്കി ഓടി. ഇതേസമയം പോലീസുകാരാകട്ടെ മറഞ്ഞിരുന്ന് സ്നൈപ്പർക്കെതിരെ വെടിയുതിർക്കുകയാണ്. ജോഡി അങ്ങോട്ടേക്ക് ഓടിയെത്തുമ്പോഴേക്കും പോലീസുകാരെ സ്നൈപ്പർ വെടിവെച്ചു കൊന്നിരുന്നു. അങ്ങോട്ടേക്കെത്തിയ ജോഡിക്ക് മുമ്പിൽ മറ്റ് വഴികളുണ്ടായിരുന്നില്ല. ജോഡി ആ വണ്ടിയിൽ കയറി പോലീസുകാരുടെ കാറെടുത്ത് സ്നൈപ്പർ ഇരിക്കുന്ന മരം ലക്ഷ്യമാക്കി പായിച്ചു. ജോഡിക്ക് ചെസ്റ്റിൽ വെടിയേറ്റെങ്കിലും കാർ വേഗത്തിലോടിച്ച് അവൾ സ്നൈപ്പർ ഇരിക്കുന്ന മരത്തിലേക്ക് ഇടിപ്പിക്കുകയാണ്. സ്നൈപ്പർ ആകട്ടെ ആ ഇടയിൽ നിയന്ത്രണം തെറ്റി മരത്തിന്റെ ശിഖരത്തിൽ നിന്ന് താഴേക്ക് വീണ് കുടുങ്ങിക്കിടക്കാൻ തുടങ്ങി. വണ്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ജോഡി ഇഴഞ്ഞിഴഞ്ഞ് മുമ്പോട്ടേക്ക് ചെന്ന് താഴെ വീണ സ്നൈപ്പറുടെ ആയുധം കരസ്ഥമാക്കി. സ്നൈപ്പർ ആകട്ടെ ശിഖരത്തിൽ തന്നെ ബന്ധിപ്പിച്ചു വെച്ചിരുന്ന കയർ അറുത്തുമാറ്റി താഴേക്കിറങ്ങാൻ ശ്രമിക്കുകയാണ്. സ്നൈപ്പർ സുരക്ഷിതമായി താഴെയെത്തി. കയ്യിൽ തോക്കുണ്ടെങ്കിലും എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അവൾ ഭയന്നു നിന്നു. പിന്നെ മടിച്ചില്ല. സ്നൈപ്പർക്കെതിരെ അവൾ തുരുതുര വെടിയുതിർത്തു. വെടിയേറ്റ് സ്നൈപ്പർ താഴെ വീണു. ജോഡി വീണ്ടും സ്നൈപ്പറെ വെടിവെക്കാൻ പോയെങ്കിലും അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതോടെ തന്റെ കയ്യിലുള്ള തോക്കിന്റെ പാത്തി വെച്ച് അയാളുടെ തലയ്ക്കടിച്ച് പൊട്ടിച്ച് ജോഡി അയാളെ കൊലപ്പെടുത്തുകയാണ്. പിന്നാലെ ആ തോക്കിൽ നിരവധി സ്ക്രാച്ചുകൾ ജോഡിക്ക് കാണാമായിരുന്നു. ഭ്രാന്തനായ സീരിയൽ കില്ലറായ സ്നൈപ്പർ കൊന്നാളുകളുടെ എണ്ണമായിരിക്കാം അത് എന്ന് ജോഡി ഊഹിച്ചെടുത്തു. ദേഷ്യത്തിലും വെറിയിലും അയാളെ ഒന്നുകൂടി ശക്തമായി ജോഡി ആ തോക്കുകൊണ്ട് മർദ്ദിച്ചു. പെട്ടെന്നായിരുന്നു സ്റ്റെക്കായി നിന്നിരുന്ന ആ തോക്കിൽ നിന്നും വെടിയുതിർക്കപ്പെട്ടത്. അത് ജോഡിയുടെ ശരീരത്തിലൂടെ തുളച്ചു കയറി ജോഡിയുടെ ജീവനെടുത്തു. എല്ലാവരും കൊല്ലപ്പെട്ടുകൊണ്ട് ചലച്ചിത്രം അവസാനിക്കുകയാണ്. എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ സിനിമയാണിത്. അടുത്തതായി എന്ത് സംഭവിക്കും എന്നറിയാത്ത അവസ്ഥയിലുള്ള ഭീകരത നിറഞ്ഞു നിൽക്കുന്ന ചലച്ചിത്രം. കാണാൻ താല്പര്യമുള്ളവർ ചലച്ചിത്രം കാണുമല്ലോ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.